മലയാളിയുടെ ഡിജിറ്റൽ ചാനൽ ലോകത്ത് പുതിയ വാർത്തകളും വിശേഷങ്ങളും സന്ദേശങ്ങളും സ്നേഹവും ആദരവും ബഹുമാനവും എല്ലാം പകർന്നുകൊണ്ട് ഗ്രീൻ ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ഡിജിറ്റൽ ചാനൽ ഗ്ലോബൽ മലയാളി ന്യൂസ് എന്ന പേരിൽ മാറിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. കേരളത്തിലെ മാത്രം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ ഇന്നും ഇപ്പോൾ മുതൽ ലോകത്തിലെ ഏത് മലയാളികളെ സംബന്ധിക്കുന്ന ഏത് വിഷയവും ഞങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു. അതിനുള്ള സംഘവും ഞങ്ങളെ കൂടെയുണ്ട്. അങ്ങനെ ഗ്ലോബൽ മലയാളി ന്യൂസ് ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സംസ്കാരത്തെക്കുറിച്ച് പറയാറുണ്ട്, സംസ്കൃതിയെക്കുറിച്ച് എല്ലാ കാലവും അങ്ങനെ പറയാറുണ്ട്. നമുക്കൊരു ആർഷഭാരതത്തെക്കുറിച്ച് പറയാറുണ്ട്, ഒരു വേദ സംസ്കാരത്തെക്കുറിച്ച് പറയാറുണ്ട്. അതിൻ്റെ ശരിതെറ്റുകളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ നമ്മൾ പറയാറുണ്ട്. പിന്നെ ആര്യന്മാരെക്കുറിച്ച് പറയും, ദ്രാവിഡന്മാരെക്കുറിച്ച് പറയും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയും. അതിലൊരു വേട സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ വേട സംസ്കാരം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വാത്മീകിയായിരുന്ന മാറിയ രത്നാകരൻ എന്ന വേടൻ്റെ കഥയാണ്. സ്വന്തം ജീവിതം കൊണ്ട് തന്നെ ഒരാളിന് എങ്ങനെയാണ് മാനസാന്തരം വന്നാൽ വാത്മീകത്തിലേക്ക് പോയി വാത്മീകിയായി വേടനിൽ നിന്ന് വാത്മീകിയാകാൻ കഴിയും. കാട്ടുകള്ളനായിരുന്ന, കാട്ടിൽ വന്ന സന്യാസിമാരെയൊക്കെ ആക്രമിച്ച് മോഷ്ടിക്കുന്ന സന്യാസിമാരുടെ കയ്യിൽ എന്ത് കാണും, അതുപോലും പിടിച്ചു വാങ്ങുന്ന, വളരെ കുറച്ച് അവരുടെ ഭക്ഷണമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ കാണുന്ന ഭക്ഷണപ്പൊതിയൊക്കെ ആയിരിക്കും, അതൊക്കെ പിടിച്ചു വാങ്ങുന്ന ഒരു വേടൻ നമുക്ക് കൃത്യമായി ചരിത്രത്തിലുണ്ടായിരുന്നു. അത് വാത്മീകിയായി നമുക്കൊരു രാമനെ കിട്ടി, രാമായണം കിട്ടി, സീതയെ കിട്ടി. ആധുനിക കാലത്തെ ഒരു വേടനായി ഈ നമ്മളെ ഹിരൺ ബാബു വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. ഒരുപാട് ആളുകൾ നന്നായി പ്രൊമോട്ട് ചെയ്തു. വേടൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ റാപ്പ് സംഗീതത്തിലൂടെ അദ്ദേഹം വെറുതെ കാശുണ്ടാക്കുന്നതിന് മാത്രമല്ല, ഒരു സാമൂഹ്യ നവോത്ഥാനം, ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നൊരു ഫീലുണ്ടായി. പൊയ്കയിലപ്പച്ചൻ്റെ പാട്ടുകൾ പാടി കേരളത്തെ കയ്യിലെടുത്തു. ഒരുപാട് സ്വന്തമായി കവിതകൾ എഴുതി. എല്ലാം വേറിട്ട കവിതകളായിരുന്നു. 2K കിഡ്സ്, 2000-ലുണ്ടായ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 2000 മുതൽ 10-25 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വ്യാപകമായി അവരുടെ ഒരു വീരപുരുഷനായി, ഒരു വീരനായകനായി, ഒരു അംബേദ്കറായി, ഒരു അയ്യങ്കാളിയായി, അല്ലെങ്കിൽ ഒരു വലിയ നായകനായി അവർ കണ്ടു. എല്ലാവരും ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരങ്ങൾ അവരുടെ വേടൻ്റെ വേദികളിൽ തടിച്ചുകൂടി. എല്ലാവർക്കും വേടനെ ഒന്ന് തൊടണം, സെൽഫി എടുക്കണം, ഫോട്ടോ എടുക്കണം. വലിയ ആവേശം കേരളത്തിലുണ്ടാക്കി. ആ ആവേശമുണ്ടാക്കിയത് ഞാൻ മറ്റൊന്നുകൊണ്ട് പറയുന്നതല്ല, വേടൻ്റെ സമുദായവുമായി ബന്ധപ്പെട്ടവരിൽ മാത്രമല്ല, എല്ലാ സമുദായത്തിൽപ്പെട്ട ബ്രാഹ്മണന്മാരിലും, നമ്പൂതിരിമാരിലും, നായർമാരിലും, ഈഴവരിലും, പട്ടികജാതി പട്ടികവർഗക്കാരിലും, ദളിതന്മാരിലും എല്ലാവരിലും ഒരു വികാരം ഉണ്ടായി ഉണർത്തിയ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വികാരം ഉണർത്തിയ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ, തുഷാർ വെള്ളാപ്പള്ളി, അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, ഗോവിന്ദൻ മാഷ്, എല്ലാവരും, വി.ഡി. സതീശൻ, എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ ഒരു ചെറുപ്പക്കാരൻ പാടട്ടെ. ഞങ്ങളും ആദ്യം മനോഹരമായി വീഡിയോകൾ പലതും ചെയ്തിരുന്നു. വേടൻ പാടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗ്രീൻ ഗ്ലോബലിൽ, ഞങ്ങളുടെ പഴയ ഇതിനു മുമ്പുള്ള ചാനൽ, പേര് മാറുന്നതിന് മുമ്പുള്ള ചാനൽ ഗ്രീൻ ഗ്ലോബലിൽ ഞങ്ങൾ വേടൻ പാടട്ടെ, വേടാ നീ പാടറ എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ കണ്ടിരുന്നു. അതേ നാവ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നു, ഈ വേട സംസ്കാരം നമുക്ക് പഠിക്കാൻ കഴിയില്ല, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ മോഹൻ കുന്നുമേൽ VC ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒരു തർക്കം നടക്കുകയാണ്. ബോർഡ് ഓഫ് സ്റ്റഡീസും VCയുമായിട്ട് വേടൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ പഠിപ്പിച്ചോളൂ. നിങ്ങൾ വേടനെ പഠിപ്പിക്കുമ്പോൾ വേടൻ ചതിച്ച ഡോക്ടറെയും പഠിപ്പിക്കണം, ഡോക്ടറെക്കുറിച്ചും പഠിപ്പിക്കണം. വേടൻ ചതിച്ച പെൺകുട്ടികളെക്കുറിച്ച് പഠിപ്പിക്കണം, ഗോവിന്ദച്ചാമിയെക്കുറിച്ച് പഠിപ്പിക്കണം. തനിക്ക് ജയിൽ ചാടിപ്പോയ ഗോവിന്ദച്ചാമിക്ക് പോയിട്ട് വരുമ്പോൾ മട്ടൻ വേണമെന്ന് പറഞ്ഞ് അന്ന് തന്നെ മട്ടൻ കൊടുത്ത നമ്മുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, നമ്മുടെ കുട്ടികൾ പഠിക്കണം. കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയി അവസാനം കിണറ്റിൽ പോയി ഒളിച്ചിരുന്ന് അത് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് പിടിച്ച് ഈ ഗോവിന്ദച്ചാമിയെ പോലീസിലേൽപ്പിച്ചപ്പോൾ അവൻ മീഡിയക്കാരെ നോക്കി ഗോഹ്വ കാണിച്ച്, അശ്ലീലം കാണിച്ചതിന് ശേഷം കുറച്ചുകൂടെ സുരക്ഷിതമായ വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോയി, തൃശ്ശൂരിലെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഗോവിന്ദച്ചാമി പറഞ്ഞത്, എനിക്ക് മട്ടൻ വേണമെന്നാണ്. അന്ന് തന്നെ മട്ടൻ കൊടുത്തു. എന്തൊരു സാമൂഹ്യ വ്യവസ്ഥയാണ് നമ്മുടേത്. കൊടുത്തതിലോ ആഹാരത്തിലോ അല്ല എനിക്ക് വിഷയം. ഇങ്ങനെയുള്ള വേടന്മാരും ഗോവിന്ദച്ചാമിമാരും ഒക്കെ ഈ സമൂഹത്തിലുണ്ട്. അതൊരു വേറൊരു സംസ്കാരമായി നമ്മൾ മാറുകയാണ്. അത് യൂണിവേഴ്സിറ്റി സിലബസിൽ വരുന്നു എന്ന് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി, അല്ലെങ്കിൽ ഒരു ഭരണപരമായ വിഷയമാക്കി, ഒരു ജാതി വിഷയമാക്കി, ഒരു മതവിഷയമാക്കി, പിന്നെ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിനൊക്കെ എതിരാക്കി ഒക്കെ കൊണ്ടുവരുന്ന രീതി ഉണ്ട്. കാലിക്കട്ട് സർവകലാശാലയിൽ കണ്ടു. വലിയ തർക്കം നടന്നു. അവിടെ MM ബഷീറിനെ വെച്ച് പഠന സംഘത്തെ ഉണ്ടാക്കി. അവർ അത് എടുക്കണ്ട എന്ന് പറഞ്ഞു പാഠങ്ങൾ. അവസാനം അവിടുത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ ഇടതുപക്ഷക്കാർ അത് എടുക്കണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ പാളയത്തുള്ള ഓഫീസിലെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ യോഗക്കാരും ഇരുന്ന് പറയുന്നു, വേടൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കണം. VC വിശദീകരണം തോടിയിട്ടുണ്ട്. എന്തായാലും
ഈ വേട സംസ്കാരം നമ്മുടെ കുട്ടികൾ പഠിക്കരുത്. അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ വേടൻ്റെ ഇരകളായിട്ടുള്ള അതിജീവിതകളെക്കുറിച്ചുകൂടി പഠിപ്പിക്കണം. ഗോവിന്ദച്ചാമിമാരെക്കുറിച്ചും സമൂഹം പഠിക്കട്ടെ. നമ്മുടെ കുട്ടികൾ അതൊക്കെ മനസ്സിലാക്കട്ടെ.